ക്ലബ് FM യൂത്തോപ്പിയ. അങ്ങനെ ഇന്ന് നമ്മുടെ ക്ലബ് എഫ്എമ്മിന്റെ യൂത്തോപ്പിയയിൽ ഒരു യങ് മ്യൂസീഷ്യനാണ് എത്തിയിരിക്കുന്നത്. ആ മ്യൂസീഷ്യനെ നമുക്ക് പരിചയപ്പെടാം. ഹീസ് ഫ്രം കൊടുങ്ങല്ലൂർ ആൻഡ് ഹിസ് നെയിം ഈസ് ഷിമോൺ ജാസ്മിൻ റഷീദ്. അപ്പോൾ ഷിമോൺ, വെൽക്കം ടു ക്ലബ് എഫ്എംസ് യൂത്തോപ്പിയ. നമസ്കാരം. Show me the passport. ഞാൻ ബേസിക്കലി ഒരു മ്യൂസിഷ്യനാണ്, അത്രയും പറയാനാണ് ഇഷ്ടം. അപ്പോൾ മ്യൂസിഷ്യൻ എന്ന് പറയുമ്പോൾ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളായാലും മെയിനായിട്ട് ഞാൻ വയലിനിസ്റ്റ് ആയിട്ടാണ് തുടങ്ങിയത്. ഇപ്പോഴും ഞാൻ വയലിനിസ്റ്റ് ആയിട്ട് തന്നെയാണ് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ കൂടുതൽ സൗണ്ട് എഞ്ചിനീയറിംഗ് ചെയ്തു, മ്യൂസിക് പ്രൊഡ്യൂസറായി, പിന്നെ അതിന്റെ ടെക്നിക്കൽ മിക്സിംഗ്, മാസ്റ്ററിംഗ് എഞ്ചിനീയർ, അങ്ങനെ എല്ലാ രീതിയിലും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ മ്യൂസിഷ്യൻ പ്രോപ്പർലി ഒരു ലൈവ് മ്യൂസിഷ്യൻ ആയിരിക്കാനാണ് എപ്പോഴും താല്പര്യം. അത് തന്നെയാണ് കൂടുതലും ചെയ്യുന്നത്. റെക്കോർഡിങ്സ്, അത് ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന കിക്കാണ് എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. മറ്റത് കുറച്ച് സ്ലോ ആണ് അല്ലേ, നമുക്ക് അപ്പ കിട്ടില്ല. അതെ, കാത്തിരിപ്പുണ്ട്. പക്ഷെ അതും വേറൊരു രസമാണ്. അതും ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രോജക്ട്സിൽ. പക്ഷെ ഈ ലൈവ് ഭയങ്കര ഒരു ഫീൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ ലൈവ് ആരുടെ കൂടെയാണ്? ബാൻഡ് ഉണ്ടോ? എങ്ങനെയായിരുന്നു പെർഫോം ചെയ്തിരുന്നത്? ലൈവ് സ്വന്തമായിട്ട് തന്നെയാണ് ഫ്രീലാൻസ് ആയിട്ട് എല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഈ ഒരു 2 വർഷം മുന്നേ കുറച്ച് നാള് തൈക്കുടം ബ്രിഡ്ജ് ബാൻഡ് ഉണ്ടല്ലോ, ഞാൻ അവരുടെ ഭയങ്കര ഫാനാണ്. പണ്ട് മുതലേ ഞാൻ കേൾക്കാറുള്ളതാണ്. അപ്പോൾ അതില് ഗോവിന്ദ് വസന്ത, ഗോവിന്ദേട്ടൻ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു മ്യൂസിഷ്യനാണ് ആസ് എ മ്യൂസിഷ്യൻ. പിന്നെ ആസ് എ വയലിനിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ പണ്ട് മുതലേ ഞാൻ ഒരുപാട് കേൾക്കുന്ന. അപ്പോൾ പുള്ളിക്ക് കുറച്ച് നാള് വയ്യാതെ ഇരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ അവരെന്നെ വിളിച്ചു. അപ്പം ഞാൻ കുറച്ച് ഗിഗ്സ് അവരുടെ ഒപ്പം ചെയ്തായിരുന്നു. അത് ഭയങ്കര അടിപൊളി മൊമെന്റ്സ് ആയിരുന്നു. അതാണ് മെയിനായിട്ട്. പിന്നെ ഫ്രീലാൻസ് ആയിട്ട് ഒരുപാട് വേറെ ആർട്ടിസ്റ്റുകളൊപ്പം ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. പുറത്തായാലും ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നപ്പോൾ അവിടെ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. ചെന്നൈയിലും അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലും കുറേ മ്യൂസിഷ്യൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഹൈ തന്നിട്ടുള്ളത് ഇവരുടെ ഒപ്പം തന്നെയാണ്. കാരണം അവർ ഭയങ്കര കുറേ അധികം മെമ്പേഴ്സ് ഉണ്ട്. പിന്നെ എല്ലാവരും എന്നെ സ്വന്തം അനിയനെ പോലെയാണ്. ഞാൻ പെട്ടെന്ന് ബാൻഡിൽ വന്നപ്പോൾ എന്നെ പുറത്തുനിന്ന് ഒരാൾ വന്ന അങ്ങനത്തെ ഒരു സംഭവമില്ല. ഭയങ്കര ചില്ലായിരുന്നു. അത്രയും വലിയൊരു ഇതെന്നുള്ള ഒരു രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ കോൺഫിഡൻസ്. പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞാൽ പ്രാക്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ ഓൺ സ്റ്റൈല്. എന്താ ഷിമോൻ വായിക്കില്ല, നീ വായിച്ചോ, ഒരു പ്രശ്നമില്ല. ഫ്രീഡം, ട്രസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? ഭയങ്കര ട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അതിന് മുന്നേ ചെയ്ത അത്രയുള്ളൊരു ഇതിന് എനിക്ക് തോന്നിയത്, ഞാൻ തായ്ക്കുടം ബ്രിഡ്ജിൽ പ്ലേ ചെയ്യുന്ന എന്നുള്ള സാധനത്തിനേക്കാൾ ഉപരി ഗോവിന്ദ് വസന്തയ്ക്ക് പകരമായിട്ടാണ് പ്ലേ ചെയ്യുന്നത്. അപ്പൊ ആൾക്കാർ ചില നേരത്തെ സ്റ്റേജിൽ വേർ ഇസ് ഗോവിന്ദ് വസന്ത. അപ്പൊ ഞാനൊന്ന് പതറും, അയ്യോ എന്താണ്. അപ്പോ പെട്ടെന്ന് അതില് നമ്മളെ ബാൻഡിലെ ബേസിസ്റ്റ് ഉണ്ട്, വിയാൻ ഫെർണാണ്ടസ്. പുള്ളി വന്നിട്ട് പറയും ഇങ്ങനെ, ഗോവിന്ദ് ഇപ്പോ കുറച്ച് ചെറിയൊരു അസുഖത്തിലാണ്. അപ്പൊ അത് കഴിഞ്ഞ് പുള്ളി ഒരു 2 മാസത്തിൽ എന്നെ തിരിച്ചു വന്നു. ഒരു ബ്രേക്ക് എടുത്ത സമയം മാത്രമേ ഉള്ളൂ. അപ്പൊ പുള്ളി ഇങ്ങനെ ആ ബാൻഡില് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറയായിരുന്നു, ഷിമോണാണ് ഇപ്പൊ പ്ലേ ചെയ്യുന്നത്, അപ്പൊ എല്ലാരും അവനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അപ്പൊ എല്ലാരും യെസ് ബ്രോ, വി സപ്പോർട്ട് യു ബ്രോ എന്നൊക്കെ പറഞ്ഞ് അവര് ചിയറിങ് ഉണ്ടാവും ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന്. അപ്പോൾ ഓക്കെ, സമാധാനമായി. അതുവരെ ഒരു ടെൻഷനാണ് ചെറുതായിട്ട് ആ ഒരു ടൈമിൽ മാത്രം. കാരണം ആ ഒരു എക്സ്പെക്ടേഷൻ അത് മനസ്സിലാക്കാനായിട്ടുള്ളൊരു ചിന്ത പോകുമ്പോഴാണ് പ്രശ്നം. അല്ലെങ്കിൽ നമ്മൾ സ്റ്റേജിൽ ഒരു പ്രശ്നമില്ല, നമ്മൾ പ്ലേ ചെയ്യുന്ന സാധനം. പക്ഷെ ആരെങ്കിലും അങ്ങനെ ചോദിക്കുമ്പോ അയ്യോ, എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യോ, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ കയറി വരും. ടെൻഷൻ. പിന്നെ എല്ലാം വളരെ നന്നായിട്ട് തന്നെ പോയി. അടിപൊളി. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഷിമോൺ ജാസ്മിൻ റഷീദ്, വയലിനിസ്റ്റ് ഫ്രം കൊടുങ്ങല്ലൂർ. സ്റ്റേ ട്യൂൺഡ് ടു ക്ലബ് FM 104.8. ഞാൻ അച്ചു. ക്ലബ് FM യൂത്തോപ്പിയ. ക്ലബ് FM യൂത്തോപ്പിയ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഷിമോൺ ജാസ്മിൻ റഷീദ്. ഒരു മ്യൂസീഷ്യനാണ്, വയലിനിസ്റ്റ് ആണ്. ബേസിക്കലി ലൈവ് പെർഫോമൻസുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, മൂവീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല, എല്ലാ മൂവീസിലും ഇൻക്ലൂഡിങ് ബോളിവുഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഷിമോന്റെ വിശേഷങ്ങളാണ് കേട്ടോണ്ടിരിക്കുന്നത്. അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. My life, my rules. നമുക്കൊരു പാഷന്റെ പിന്നാലെ പോകുമ്പോൾ എങ്ങനെയാണെങ്കിലും സാധാരണ സമൂഹം കൽപ്പിച്ചിട്ടുള്ള വഴി കൂടെ ഒന്നല്ല നമ്മൾ പോവാ. ഉറപ്പായിട്ടും. അപ്പം നമുക്ക് ഉറപ്പായിട്ട് നമ്മുടേതായിട്ടുള്ള റൂൾസ് വെക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ പറയാൻ പറ്റിയൊരു സെഗ്മെന്റ് ആണ് മൈ ലൈഫ് മൈ റൂൾസ്. ചെറുപ്പം മുതൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് മ്യൂസിക്കിലോട് ഭയങ്കര കമ്പമായിരുന്നു. ലിറിക്സ് ഞാൻ സത്യം പറഞ്ഞാൽ അധികം ശ്രദ്ധിക്കില്ല. എനിക്ക് എപ്പോഴും മ്യൂസിക്കിന്റെ ഫീലാണ് ഞാൻ എപ്പോഴും ഇതാക്കുന്നത്. അതിന്റെ മ്യൂസിക് ലാംഗ്വേജ് പഠിക്കാനായിട്ടൊന്നും എനിക്ക് ചെറുപ്പത്തിൽ ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെയാണ് പപ്പയും അമ്മയും എന്നെ വയലിൻ പഠിക്കാൻ ചേർക്കുന്നത്.
പഠിപ്പിച്ചിരുന്നത്. അതെൻ്റെ അങ്കിള് തന്നെയായിരുന്നു എൻ്റെ ഗുരു, അഷ്റഫ് എന്ന് പറയും. അപ്പോൾ അതിങ്ങനെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി. ഞാൻ വളരെ ആവറേജ് സ്റ്റുഡൻ്റാണ്. അത് ഒരു ഇതുകൊണ്ടും പറയുന്നതല്ല, വളരെ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരിക്കലും ഒരു ലേണിങ്ങിന് വേണ്ടിയിട്ടായിരുന്നില്ല. എനിക്കിഷ്ടമുള്ളതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തതാണ്. അല്ലാതെ ഞാൻ ഇത് ചെയ്തിട്ട് അടുത്ത് വായിക്കണം അങ്ങനത്തെ ഒരു നല്ല സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ഒരുപാട് ടൈം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. 10th കഴിഞ്ഞ് 11th ആയപ്പോൾ തന്നെ ഏകദേശം ഉറപ്പായി, ഓക്കെ ഇതായിരിക്കണം നമ്മുടെ കരിയർ. അപ്പോഴും എനിക്ക് മ്യൂസിക്കിനെ കുറിച്ചൊന്നും അറിയില്ല, വയലിനായിരിക്കണം എൻ്റെ കരിയർ. അപ്പോഴാണ് ബാലഭാസ്കർ എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കേരളത്തിൽ നിന്നുള്ള എല്ലാ വയലിനിസ്റ്റുകളും ഇൻഫ്ലുവൻസ് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം എനിക്ക് വേറൊരാളും കൂടി ഉണ്ടായിരുന്നതാണ് ഗോവിന്ദ് വസന്ത. അത് ഞാൻ അറിയാൻ കാരണം എൻ്റെ അങ്ങളുടെ അടുത്ത് തന്നെയാണ് പുള്ളിയും പഠിച്ചത്. ഞങ്ങൾ രണ്ടുപേരും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായിരുന്നു. അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് കണ്ട് അതിൽ നിന്ന് എങ്ങനെ ഇൻഫ്ലുവൻസ് ആകും അങ്ങനെ നോക്കി പോയി. പിന്നെ എനിക്ക് ഏകദേശം ഉറപ്പായി, ഓക്കെ ഇത് തന്നെ ആയിരിക്കണം. പക്ഷെ വീട്ടില് ഭയങ്കര സപ്പോർട്ടായിരുന്നു, പാപ്പയും അമ്മയും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്നാലും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ നമ്മളുടെ ഫാമിലിയിൽ, നീ ആദ്യം ഒരു ഡിഗ്രി ചെയ്യ്, അത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ നോക്കാന്നുള്ളതിൽ സേഫർ സോണിലാണ് അവർ ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എഞ്ചിനീയറിംഗ് ചെയ്യാൻ എനിക്ക് കോമറ്റ് ത്രൂ ബാംഗ്ലൂർ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടി. അപ്പോഴും ഞാൻ വയലിൻ കുറച്ചും കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അവിടെ മനോജ് ജോർജ് എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. പുള്ളി യെസ് സാറിന് ഗ്രാമ അവാർഡ് വിന്നിങ്ങിലൊക്കെ സാറായിരുന്നു സ്ട്രിങ്സ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ സാറിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് പ്രോഗ്രാംസിലൊക്കെ അവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അവിടെ പതുക്കെ അവിടുത്തെ ട്യൂട്ടറായി. പക്ഷെ അപ്പോഴും കോളേജ് അധികം ശ്രദ്ധിക്കുന്നുണ്ടെന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ പാസ്സായി എഞ്ചിനീയറിംഗ് കഴിഞ്ഞ്. പക്ഷെ അന്ന് മുതൽ സെറ്റ് ചെയ്ത റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സൈറ്റ് ചെയ്യിക്കുന്ന സാധനം ചെയ്താലും മാത്രമേ ലൈഫിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ മ്യൂസിക് തന്നെ ആവണം. അപ്പോൾ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നിട്ട് ഓക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഇനി ഞാൻ എന്താന്ന് വെച്ചാൽ എന്റെ വഴിക്ക് പൊക്കോട്ടെ. അതെ. അപ്പോ കുറച്ച് നാള് പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് അപ്പോഴും എനിക്ക് മനസ്സിലായി, ഓക്കെ ഞാൻ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്താണ് ഞാൻ ലേൺ ചെയ്തത്? ഞാൻ ഒരുപാട് തിങ്ക് ചെയ്യാൻ തുടങ്ങി, മ്യൂസിക്കിൽ ഒരുപാട് പഠിക്കണം. അപ്പോഴാണ് ഞാനിങ്ങനെ ഓഡിയോ എഞ്ചിനീയറിംഗ് കോഴ്സ് സെർച്ച് ചെയ്യുന്നത്. ഒരു ട്യൂട്ടറെ കണ്ടു. പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പുള്ളി ഞാൻ പറയാമെന്ന് വെച്ചാൽ വേൾഡിലൊരു ബെസ്റ്റ് ടീച്ചർ എന്ന് പറയാം, അങ്ങനത്തെ ഒരു സംഭവമാണ്. പുള്ളി റഹ്മാൻ സാറിന്റെ ഒരു മെയിൻ അസിസ്റ്റന്റ് ആയിരുന്നു, സൗണ്ട് എഞ്ചിനീയർ. പുള്ളി മലയാളി തന്നെയാണ്, ഹെൻറി കുരുവിള എന്ന് പറയും. ആർക്കും അറിയില്ല പുള്ളിനെ കുറിച്ച്, കാരണം പുള്ളി ഒട്ടും ഇൻഡസ്ട്രിയിൽ എക്സ്പോസ്ഡ് അല്ല. പുള്ളിയുടെ അടുത്താണ് ഞാനൊരു വർഷം സൗണ്ട് എഞ്ചിനീയറിംഗ്, മ്യൂസിക് പ്രൊഡക്ഷൻ, മ്യൂസിക്കിൻ്റെ എല്ലാ മോസ്റ്റ്ലി എനിക്ക് ലൈഫിലുണ്ടായിട്ടുള്ള ഒരു ബിഗ് ചേഞ്ച് എന്ന് പറയുന്നത് ചെന്നൈയിൽ അവിടെ നിന്നായിരുന്നു. അവിടെ നിന്ന് ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ് പരിപാടി ഉണ്ടായി. പിന്നെ അവിടെ നിന്നാണ് കയറി കുറച്ചും കൂടി മൂവീസിലെല്ലാം വർക്ക് ചെയ്ത് തുടങ്ങി, ബാൻഡ്സിലും ഫ്രീലാൻസ് ആയിട്ടും വർക്ക് ചെയ്ത് തുടങ്ങി, ആഡ്സ് അങ്ങനെ എല്ലാം ചെയ്ത് വരുന്ന ആ ഒരു കോൺഫിഡൻസ് അവിടെ നിന്ന് കിട്ടി. അപ്പോൾ റൂൾ എന്ന് പറയാനായിട്ട് പിന്നീട് സെറ്റ് ചെയ്തത് ഇത്ര തന്നെ ഉള്ളൂ. നമുക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്ന എന്താണോ അത് ചെയ്യുക. അത് ചെയ്താൽ മാത്രം അല്ലെങ്കിൽ നമ്മളത് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നീട് നമ്മൾ റിഗ്രറ്റ് ചെയ്യും. ഉറപ്പായിട്ടും. അപ്പൊ അതിന്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. എന്റെ ഫ്രണ്ട്സ് ഒരുപാട് ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവർ പറയുന്നത് നീ ആടാ ശരിക്കും ലൈഫ് എൻജോയ് ചെയ്യുന്നത്. അപ്പൊ ഇക്കരയ്ക്കും അക്കരെ വെച്ചാണ്. എന്നാൽ കൂടെ ഞാൻ ഹാപ്പിയാണ്. കുറച്ചും കൂടി ഒന്ന് പുഷ് ചെയ്ത് ഒന്ന് റെഡിയാക്കണം. യൂത്തോപ്പിയയിൽ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഷിമോൺ ജാസ്മിൻ റഷീദിന്റെ വിശേഷങ്ങളാണ്. സ്റ്റേ ട്യൂൺഡ്. Club FM Utopia.
ചംചക്കം ചംചക്കം. ഷിമോൺ ജാസ്മിൻ റഷീദിന്റെ യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ ഇതുപോലെ ഒരുപാട് മനോഹരങ്ങളായിട്ടുള്ള പീസസ് കേൾക്കാം വയലിനിൽ ചെയ്തത്. ഷിമോന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ക്ലബ് FM 104.8 യൂത്തോപ്പിയിലൂടെ കേൾക്കുന്നത്. My life, my rules. മലയാളം, തമിഴ്, തെലുങ്ക്, ഒരു നേപ്പാളി പടം ഹിന്ദിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയതുകൊണ്ട് അല്ലേ? അതെ അതെ അതെ. പക്ഷെ ഇൻഡസ്ട്രീസിലുള്ള ഒരു ട്രീറ്റ്മെന്റ് വ്യത്യാസം ഉണ്ടാവില്ലേ? ട്രീറ്റ്മെന്റ് പലയിടത്തും പല ടൈപ്പ് എക്സ്പീരിയൻസ് ആണ്. വളരെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, വളരെ വേസ്റ്റ് എക്സ്പീരിയൻസും ഉണ്ട്. വേസ്റ്റ് ഒന്ന് പറയാമോ? നല്ലതാർക്കും വേണ്ടെന്നൊക്കെ. ഓക്കെ, വേസ്റ്റ് എക്സ്പീരിയൻസ് അങ്ങനെയല്ല. വേസ്റ്റ് എക്സ്പീരിയൻസ് മെയിൻ ആയിട്ട് വരിക പൈസയുടെ കാര്യത്തിലാണ്. നമ്മള് വർക്ക് ചെയ്യുന്നത്, ഞാൻ ഒരിക്കലും മണി മൈൻഡഡ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഒരു വർക്ക് തന്നാൽ ഞാൻ അത് മാക്സിമം അടിപൊളിയാക്കി ചെയ്യാൻ തന്നെ നോക്കുള്ളൂ. അപ്പൊ അവര് ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ പോലും, ചേട്ടാ ഞാൻ ഒരു ടേക്കും കൂടി എടുത്തിട്ട് ഒന്ന് അടിപൊളിയാക്കി തരാം, ഈ ഭാഗം ഞാൻ ഒന്നും കൂടി ഒരു അഡീഷണൽ പ്രോഗ്രാം ചെയ്തിട്ടൊന്ന് ചെയ്തു തരാം എന്നുള്ള രീതിയിൽ ഞാൻ അപ്രോച്ച് ചെയ്യാറുള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് പോലും നമ്മളുടെ അടുത്ത് അവസാനം പിന്നെ ഇതൊരു ഫ്രീലാൻസ്, പൈസ എങ്ങനെ വന്നില്ല, നമ്മളെ ജീവിക്കാൻ വേണ്ടിയിട്ട് പൈസയും വേണമല്ലോ. അതിന്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് എക്സ്പീരിയൻസുകളാണ് കുറച്ച് മോശമായിട്ടുള്ളത്. മണി മാനേജ്മെന്റിൽ കുറച്ച് പാഠങ്ങൾ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. പാഠങ്ങൾ കിട്ടിയാലും ഇപ്പോഴും പഠിച്ചിട്ടില്ല കുറച്ച്. കാരണം നോ പറയാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ഇതുവരെ പഠിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞാൻ യെസ് പറഞ്ഞു പോകും. പക്ഷെ അതന്നെ എനിക്ക് തന്നെയാണ് അത് ബുദ്ധിമുട്ടാവാറ്. പിന്നെയും ഞാനത് തന്നെ ചിന്തിച്ച് എനിക്ക് തന്നെയാണ് ആ ഒരു, പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ചുകൂടി സ്കിപ്പ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ള ആളുകളെ മനസ്സിലാവുമ്പോൾ പെട്ടെന്ന് ആ ഒരു വർക്കിലോട്ട് കയറണ്ട. എന്തെങ്കിലും ചില ടൈമിൽ ഞാൻ നുണ പറയും എന്ന് പറഞ്ഞാൽ ആ നുണ പറച്ചിൽ സത്യം പറഞ്ഞാൽ കുഴപ്പമില്ല. കാരണം അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ തന്നെ ടെൻഷൻ അടിക്കേണ്ടി വരും. അപ്പൊ അതിനേക്കാളും നല്ലത് ഞാൻ പറയും, അയ്യോ ഞാൻ സ്ഥലത്തില്ലല്ലോ, അത് ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നും പറയല്ല. പക്ഷെ അത് എനിക്കറിയാം, അത്രയും ജെന്യൂൻ അല്ലാത്ത ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഞാൻ തന്നെ പറയുള്ളൂ. അല്ലെങ്കിൽ വളരെ കൂളായിട്ട് ഞാൻ വർക്ക് ചെയ്യും, ഒരു പ്രശ്നമില്ല. ഈ കാലഘട്ടത്തിൽ എല്ലാവരും പൊതുവെ പറയണേക്കാം ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഫീൽ ചെയ്തിട്ടുണ്ട്, ശരിക്കും ചെയ്തിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ ലൈഫിൽ ഫ്രണ്ട്സ് ഭയങ്കര കുറവാണ്. പക്ഷെ ഉള്ളവരൊക്കെ നല്ല ചങ്കുകളായിരിക്കും. ഭയങ്കര നല്ല ആൾക്കാർ ഒരുപാടുണ്ട്. എല്ലാവരും നല്ലത് ചീത്തതൊന്നുമില്ല, നമുക്ക് പറ്റുന്നത് അല്ലേ? അങ്ങനെയല്ല, ഓരോരുത്തരുടെ പ്രിഫറൻസ് വെച്ചിട്ടാണല്ലോ. പക്ഷെ കുറച്ചും കൂടി എനിക്കെപ്പോഴും ഒരു കൊളാബറേറ്റീവ് വർക്ക്, എല്ലാരെയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, എല്ലാരെയും ഒരേപോലെ കാണുക. അപ്പോൾ ഞാൻ ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യം, പല ടൈപ്പ് ഓഫ് ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഒരു ബാൻഡിൽ വർക്ക് ചെയ്യുമ്പോൾ സിംഗർ ഉണ്ടാവും, ബേസിസ്റ്റ് ഉണ്ടാവും, റിതം ഹാൻഡിൽ ചെയ്യുന്ന ആള്. എല്ലാവർക്കും ഒരു ഈക്വൽ സാധനമാണ് എൻ്റെ മൈൻഡിൽ. അപ്പൊ അങ്ങനെ കാണുന്ന ആൾക്കാർ, പിന്നെ നമ്മൾ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ താഴെ ചായ കൊടുക്കുന്ന ചേട്ടൻ മുതൽ മെയിൻ ആക്ടർ വരെ ഉണ്ടാവും. നമ്മളെല്ലാവരുടെ അടുത്തും ഒരേപോലെ നിൽക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെയാണ് കുറച്ചും കൂടി താല്പര്യം. പക്ഷെ ആ ഒരു സാധനമാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എല്ലാവരും. അത് എളുപ്പമല്ല, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ചേച്ചിയുടെ കഴിവാണ്. അപ്പൊ വളരെ റിസർവ്ഡ് ആയിട്ടുള്ള ഷിമോൻ ആണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് യൂത്തോപ്പിയയിലൂടെ ക്ലബ് FM 104.8 ഷിമോൺ ഒരു മ്യൂസീഷ്യൻ ആണ്. സ്റ്റേ ട്യൂൺഡ്. Club FM Utopia. Club FM Utopia. ഷിമോൺ ജാസ്മിൻ റഷീദ് എന്ന മ്യൂസീഷ്യൻ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇനി Generation Gap. ഷിമോന്റെ വീട്ടിലുള്ളവരെല്ലാം ഒന്നിനൊന്ന് അടിപൊളിയാണ്. മൂവി എടുക്കുന്നവര്, റിട്ടയർമെന്റ് ലൈഫിനെ ഗംഭീരമാക്കി തീർക്കുന്നവര് ഒക്കെയാണ്. അപ്പൊ ജനറേഷൻ ഗ്യാപ്പ് പൊതുവെ എവിടെ നിന്നാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഷിമോൻ? സത്യം പറഞ്ഞാൽ അവരായിട്ട് എനിക്ക് ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഞാനും ഒരു 5 വർഷം താഴെയുള്ളവരായിട്ട് ഭയങ്കര ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്താ അങ്ങനെ? അതെന്താന്ന് എനിക്കറിയില്ല. എവിടെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വരാറ്? എന്ത് പറയുമ്പോഴാണ് മനസ്സിലാവാതിരിക്കാറ്? മനസ്സിലാവാതിരിക്കുന്നതിനേക്കാളും നമ്മൾ പറയുന്ന അവർ മനസ്സിലാക്കാനായിട്ട് ഒട്ടും ശ്രമിക്കുന്നില്ല എന്ന് തോന്നാറുണ്ട്. കുറച്ചും കൂടിയും അത് മൊബൈൽ വന്നുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ. ഇപ്പൊ ഞാൻ പാട്ട് എല്ലാം കേട്ടിരുന്നത് പണ്ട് ഒന്നിലെ ടെലിവിഷനിൽ ചലച്ചിത്ര ഗീതം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ജുക്ക് ബോക്സ് വന്നു. പിന്നെ അതല്ലെങ്കിൽ പെൻഡ്രൈവ് ഉണ്ടായിരുന്നു. പെൻഡ്രൈവിൽ നമുക്ക് ഒരു ലിമിറ്റഡ് പാട്ടുകളേ ഉള്ളൂ, നമുക്ക് അത്രയും കയറ്റാം. അത് ഞാൻ അന്ന് കേട്ട ലിസണിങ് ഇപ്പോഴും എനിക്കില്ല. ഇന്ന് എനിക്ക് എല്ലാ സോഴ്സിലും എനിക്ക് തോന്നുന്നു ഇന്ന് ഇത് എല്ലാം കൂടുതലായപ്പോ എപ്പോ വേണമെങ്കിൽ കേൾക്കണം എന്നുള്ള ഒരു ചിന്ത കൊണ്ട് നമ്മൾ കേൾക്കുന്നില്ല. അതെ, അങ്ങനെയാണ്. അല്ലെ, അന്ന് കേൾക്കാൻ കിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വളരെ പ്രഷ്യസ് ആയിട്ട് കണ്ടിരുന്നു. അതെ അതെ അതെ.
അതുപോലെ തന്നെയാണ് പണ്ടത്തെ മ്യൂസിഷ്യൻസ് ആയാലും എല്ലായാലും. അപ്പോൾ അവർക്ക് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിരുന്നു അവർ ചെയ്യുന്ന കാര്യത്തിൽ. അതിപ്പോൾ കമ്പോസിഷൻസിൻ്റെ ഇതിലായാലും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം. പണ്ടത്തെ ലെജൻസ് ആണ്. ഇപ്പോഴുള്ള ജനറേഷനിൽ വരുന്ന പാട്ടുകളൊന്നും എനിക്ക് തോന്നുന്നില്ല പണ്ടത്തെ പാട്ടുകൾ അത്ര നിൽക്കുന്നത്. കാരണം അത് അത്ര മെലഡിക്കലി റിച്ച് ആണ്. അങ്ങനെയാണ് അതിൻ്റെ കമ്പോസിഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ലൈഫിലെടുത്ത ഒരു എഫേർട്ട് ഉണ്ട്. അത്ര എഫേർട്ടൊന്നും നമുക്കിപ്പോൾ വരുന്നില്ല. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ജനറേഷൻ്റെ ഗ്യാപ്പ് തന്നെയാണ്. കാരണം DAWs വന്നു, എല്ലാവർക്കും പ്രൊഡ്യൂസ് ചെയ്യാം, ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇപ്പൊ വരെ മ്യൂസിക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ വരുമ്പോ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അവൈലബിൾ ആവുമ്പോ അതിന്റെ ഒരു വാല്യൂനൊരു ഇത് കുറവ് വരും അല്ലേ. യെസ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് സ്റ്റഡീസിലും അത് എഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മ്യൂസിക് സ്റ്റഡീസിലായാലും നമുക്ക് പണ്ട് ഉണ്ടായിരുന്ന ഒരുപാട് അടിപൊളി ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് പിള്ളേര്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ ഒരു ഇപ്പൊ നമ്മൾ ഡെപ്ത് മാത്രമല്ല, നമ്മളൊരു കൾച്ചറൽ സാധനം, നമ്മളുടെ കൾച്ചറിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന സാധനങ്ങൾ അത് നമുക്കിപ്പോ ഭയങ്കര കുറവായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എക്സ്പീരിയൻസ്, നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പണ്ടത്തെ ആൾക്കാർക്കാണ് കുറച്ചും കൂടിയും അവർ ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് അവർക്ക് ആ ഒരു സാധനം ഉണ്ടാവുന്നത്. ഇപ്പോൾ ഒരു നാടൻ പാട്ടായാൽ പോലും അത് കമ്പോസ് ചെയ്യുന്ന ഒരു സാധാരണ ആള് അവന്റെ ലൈഫിലുള്ള എക്സ്പീരിയൻസ് ആണ് അത് വരുന്നത്. ഫോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭയങ്കര അടിപൊളി ഒരു സംഭവം തന്നെയാണ്. അത് ഏത് ഫോക്കായാലും ഇപ്പൊ നമ്മളുടെ നിന്ന് മാത്രമല്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഒരുപാട് അങ്ങനെ മിസ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഗ്യാപ്പ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനും സത്യം പറഞ്ഞാൽ എന്റെ ജനറേഷൻ അല്ലേ ഞാൻ വളരെ തടയണേ. ഒരുപാട് പഠിക്കാനുണ്ട് ഇനി. കാരണം പണ്ടത്തെ മ്യൂസിക് കേൾക്കുമ്പോ ഇപ്പൊ എനിക്ക് തോന്നും. ആരുടെ ഫാനായിരുന്നു പണ്ടത്തില്? വിദ്യാസാഗറിന്റെ ഡൈഹാർഡ് ഫാനാണ്. റഹ്മാൻ സാർ, ഇളയരാജ, അതൊന്നും പറയാനില്ല. ഇവരില് ഇപ്പൊ ഞങ്ങൾ സാധാരണ മ്യൂസിക് ലവേഴ്സിന് ശ്രദ്ധിക്കാം, നമ്മൾ വെറുതെ പാട്ട് കേട്ട് പോകും. പക്ഷെ നിങ്ങൾ മ്യൂസിക്കിനോട് ഇഷ്ടമുള്ളവർ കേൾക്കുമ്പോൾ ചില സ്പെസിഫിക്കേഷൻസ് ഒക്കെ മനസ്സിലേക്ക് വരുമല്ലോ. ഇപ്പൊ വിദ്യാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് അദ്ദേഹത്തിന്റെ എന്ത് പ്രത്യേകതയാ കമ്പോസിഷനിൽ? മെലഡി ഭയങ്കര സ്ട്രോങ് ആണ്. പിന്നെ പുള്ളിയുടെ മെലഡിയുടെ പോക്കും അതിന്റെ കോഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മ്യൂസിക്കൽ ഇതാണ്. അപ്പൊ അത് രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. ഇപ്പൊ ഈ ഇടയ്ക്ക് പുള്ളി ഒരു ചാനലിൽ വന്നിട്ട് ലൈവായിട്ട് കമ്പോസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക്, അപ്പോൾ എനിക്കൊക്കെ ലൈഫിൽ ഭയങ്കരമായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് ഇവരെങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, നമ്മൾ ചെയ്ത ഇത്ര അടിപൊളി ഒരു മെലഡി എങ്ങനെ ഉണ്ടാക്കുന്നത്, ആ ഒരു സംഭവമായിരുന്നു. അപ്പൊ ഞാൻ ഈ അടുത്ത് 2-3 പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 12th Man, കൂമൻ, പിന്നെ നേര് മോഹൻലാലിന്റെ. അപ്പൊ അതിൽ വർക്ക് ചെയ്തപ്പോ അതില് മ്യൂസിക് ഡയറക്ടർ വിഷ്ണു ശ്യാം എന്ന് പറഞ്ഞിട്ട് ചേട്ടനാ. പുള്ളി അടിപൊളി മ്യൂസിഷ്യനാണ്. വിദ്യാജിയുടെ ശിഷ്യനാണ്. അറിയാം. അപ്പൊ ചേട്ടൻ എന്റെ അടുത്ത് കുറെ കഥകൾ പറഞ്ഞു തന്നു. ശിവനെ, ഞാൻ ഇതുപോലെ ഒരു ടൈമില് ഇങ്ങനെ അവിടെ പോയി എന്ന് പറഞ്ഞാൽ പുള്ളി അതുപോലെ ആഗ്രഹിച്ചാണ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ആ ഒരു ഡീപ്പ് സാധനം. അപ്പൊ പുള്ളി എനിക്ക് പറയുന്നുണ്ട് ഇങ്ങനെയാണ് ഭയങ്കര വേറൊരു ലീഗിൽ തന്നെ പോകും പുള്ളിയുടെ ഒപ്പം കമ്പോസിങ് സംഭവത്തിൽ ഇരിക്കുമ്പോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കേട്ടിരിക്കും, ആണല്ലേ ഏട്ടാ, ഓക്കെ. ലൈവായിട്ടത് TV-യിൽ വന്നിട്ട് പുള്ളി ജസ്റ്റ് ഒരു 5 മിനിറ്റിൽ ഹാർമോണിയം എടുത്തിട്ട് ഒറ്റയടിക്ക് വായിച്ച് എന്നിട്ട് കമ്പോസ് ചെയ്തപ്പോൾ നമുക്കൊന്നും തോന്നില്ല. എന്നിട്ട് പുള്ളി പറയാണ് ഇത് ചെയ്യുന്നതിന് ഇങ്ങനത്തെ കാരണങ്ങളുണ്ട്, അവിടെ ഇങ്ങനെയല്ലേ ലിറിക്സ് വരുന്നത്, അപ്പൊ ഇങ്ങനെ പോകുന്നു. പിന്നെ അവിടുത്തെ കോഡ്സ് ഒക്കെ പുള്ളി ഡയറക്റ്റ് ആയിട്ട് പറയും. ഇപ്പോഴത്തെ ഒരു മ്യൂസിഷ്യൻ എനിക്ക് തോന്നുന്നില്ല, രാജാ സാറ്, വിദ്യാ സാർ, ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊക്കെ സ്കോറിൽ ഭയങ്കര ഇതാ. അവർ നൊട്ടേഷനൊക്കെ ഭയങ്കരമായിട്ട് അപ്പം തന്നെ പറഞ്ഞു കൊടുക്കും. അവരുടെ തലയിലെല്ലാം ഓടുന്നുണ്ട് അറ്റ് എ ടൈം. നമ്മൾക്ക് ഒരു DAW ഒരു സ്ക്രീനിൽ പല ട്രാക്ക് ഇട്ട് നമുക്ക് നോക്കണം, ഓക്കെ ഇത് ചേരുന്നുണ്ടോ, ഇത് ചേരുന്നില്ലേ. അവരുടെ മനസ്സിലത് ഓൾറെഡി ഉണ്ട്, അവരത് ഇംപ്ലിമെന്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അവര് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നോട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഞാൻ ആലോചിക്കും നമ്മളെവിടെ കിടക്കണേന്ന്. കാരണം ആമാതിരി റേഞ്ചാണ്. അപ്പൊ മ്യൂസിക്കിലെ ഗ്യാപ്പാണ് ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. യൂത്തോപ്പിയയിൽ സ്റ്റേ ട്യൂൺഡ്. Club FM Utopia. ഓഫ് ബി ട്രാക്ക് ഓഫ് ദി ആർ കേട്ടു യൂത്തോപ്പിയയിൽ ക്ലബ് FM 104.8. നമ്മളോടൊപ്പം മ്യൂസീഷ്യൻ ഷിമോൺ ജാസ്മിൻ റഷീദാണുള്ളത് ഫ്രം കൊടുങ്ങല്ലൂർ. ആൻഡ് ജനറേഷൻ ഗ്യാപ്പ്. അപ്പൊ മ്യൂസിക്കിലെ ജനറേഷൻ ഗ്യാപ്പാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഷിമോൻ, എസ്പെഷ്യലി വിദ്യാജിയുടെ മ്യൂസിക്കിനോട് ഒരു സ്പെഷ്യൽ ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞു. കണ്ടിന്യൂ. അപ്പോൾ പുള്ളിനെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് പുള്ളിയുടെ. പിന്നെ ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചിട്ടുള്ളത് പുള്ളിയുടെ ഫ്ലൂട്ട് മെലഡീസ് ഭയങ്കര ഹോണ്ടിങ്. മിക്ക പാട്ടിലും ഫ്ലൂട്ട് ഒരു സിഗ്നേച്ചർ അല്ലേ? ഉറപ്പായിട്ടും പുള്ളിയുടെ മെലഡീസ്, ഞാൻ പാട്ടിനേക്കാളും കൂടുതൽ BGMs പുള്ളിയുടെ നമ്മളെ വേറെ ലോകത്തും ഉണ്ടാവും. അപ്പോൾ അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള ഈ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു
ഷോ എന്തെങ്കിലും കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പടം കാണണമെന്ന് വെച്ചാൽ ജസ്റ്റ് അതൊന്ന് മ്യൂട്ട് ചെയ്തിട്ട് കാണാം, ഫുൾ മ്യൂട്ട്, ടബ് പോലും ഇല്ലാതായിക്കോട്ടെ. എന്നിട്ട് ആ സ്ഥലത്ത് ഇവരെങ്ങനെ സ്കോർ ചെയ്തേക്കണം അത് കഴിഞ്ഞിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പൊ അതിന്റെ ഡിഫറൻസ് അറിയാം, ഫീല് മനസ്സിലാവും. അപ്പൊ ഞാൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു സീൻ എങ്ങനെ എലിവേറ്റ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ ആൾക്കാർ വിചാരിക്കുന്നത്, ഇപ്പൊ ഞാനടക്കം ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇമോഷണൽ പേഴ്സണെ കുറിച്ച് ഇമോഷണൽ സീൻ വരുമ്പോൾ ഞാൻ കരഞ്ഞു. പക്ഷെ അവിടെ ഒരു മ്യൂസിക് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് അത് രണ്ടിന്റെയും ഇമ്പാക്റ്റിലാണ് നമ്മൾക്ക് കരച്ചിൽ വരുന്നത് ബേസിക്കലി. പക്ഷെ നമ്മളത് വളരെയധികം സിമ്പിൾ ആയിട്ട് നെഗ്ലക്ട് ചെയ്യാറാ. ചേർന്ന് പോകുന്നു എന്നുള്ളതാണ്. എക്സാക്ട്ലി, നമുക്ക് രണ്ടായിട്ട് തോന്നാറേ ഇല്ല. അതെ, അത്രയും ഡീപ്പായിട്ടാണ് അവർ ആ സ്കോറിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ വിദ്യാസാഗർ സാറിന്റെ സ്കോർ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സിനിമകളുണ്ട്. ഞാനൊന്നും പറയേണ്ട, ചാന്ത് പൊട്ട്, എന്തോരോ സിനിമകൾ ഏത് കാലത്തെടുത്താലും പിന്നെ ഏത് പടം ചെയ്താലും എല്ലാ പാട്ടും ഹിറ്റാണ്. അങ്ങനെ ഒരു പാട്ട് രണ്ട് പാട്ടൊന്നുമില്ല. അങ്ങനത്തെ ഒരു ഇതിനെ ഞാൻ രാജാ സാർ, റഹ്മാൻ സാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വിദ്യാസാഗറിനെ എന്തോ കുറച്ചും കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഒരു കാര്യം ഉറപ്പിച്ചു, മൈ പ്ലേലിസ്റ്റിലെ വിദ്യാജിയുടെ ഒരു പാട്ട് ഡെഫിനറ്റ് ആണ്. സ്റ്റേ ട്യൂൺ, ഇത് യൂത്തോപ്പിയ with Shimon Jasmine Rashid on Club FM 104.8. Club FM Utopia. മ്യൂസിക്കിൽ കൂടെ കേൾക്കുന്ന പാട്ടുകളിലൂടെ ഒരാളെ കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും നമ്മുടെ കൂടെയുള്ളത് മ്യൂസീഷ്യൻ ഷിമോൺ ജാസ്മിൻ റഷീദ് ആണ്. അപ്പൊ ഷിമോന്റെ പ്ലേലിസ്റ്റ് എന്തൊക്കെയാണ്, അതിൽ ഏതൊക്കെ പാട്ടുകൾ ഉണ്ടാവും കേൾക്കാം ക്ലബ് FM 104.8ലൂടെ. My playlist. ഇപ്പൊ എനിക്ക് ഉറപ്പാണ് ആ പ്ലേലിസ്റ്റിൽ വിദ്യാജിയുടെ പാട്ടുണ്ടാവുന്നത് അല്ലേ? ശരി, എങ്ങനത്തെയാണ് സ്വന്തം പ്ലേലിസ്റ്റിൽ ഉണ്ടാവുന്ന പാട്ടുകൾ ഏതൊക്കെയാ? കുറച്ചും കൂടി ഇമോഷണൽ സാധനങ്ങളായിരിക്കും കൂടുതൽ. അങ്ങനത്തെ ഇപ്പോ യാത്രയായി സൂര്യാങ്കുരം, അത് ഒരുപാട് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. അതെ, പിന്നെ കുറെ പാട്ടുകൾ, വിദ്യാസാറിന്റെ എല്ലാ പാട്ടുകളും, എത്രയോ ജന്മമായ, അതായത് റഹ്മാൻ സാറിന്റെ ഒരുപാട് പാട്ടുകൾ കേൾക്കാറുണ്ട്. രാജാ സാറിന്റെ പണ്ടത്തെ പാട്ടുകളൊക്കെ ഭയങ്കര ഫീലാണ്. രാജാ സാറെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. പുള്ളി ഒരു കാലഘട്ടം മാറി ജനിച്ചൊരു മനുഷ്യനാണ്. ഇപ്പൊ ഈ ഒരു ഇതിലൊന്നും ഉണ്ടാവേണ്ടായിരുന്നില്ല പുള്ളി. ഒരു ഭാഗ്യമായിട്ട് ഞാൻ ഉള്ളൂ. കാരണം പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല പുള്ളിനെ കുറിച്ച്. കാരണം അത് മ്യൂസിക് അറിയാവുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. കുറച്ചും കൂടി ഡീപ്പായിട്ട് എല്ലാവർക്കും മ്യൂസിക് ആസ്വദിക്കാൻ പറ്റും. പക്ഷെ ഒരു മ്യൂസിഷ്യൻ ആയിരിക്കുമ്പോ എന്റെ പൊന്നെ പുള്ളി ഇത് എങ്ങനെ ചെയ്തു വെച്ചതെന്ന് നമ്മൾ ആലോചിക്കണം. എനിക്ക് തോന്നുന്നു പുള്ളി സിനിമയില് വർക്ക് ചെയ്ത് തുടങ്ങിയ 27th ഏജിലോ 28th ഏജിലോ ആണ്. ആള് കമ്പോസ് ചെയ്ത പാട്ടുകൾ മൊത്തം ഇപ്പോഴും കേട്ട് തീർക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. അത്ര അധികം പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ സീനിയർ, ഞാൻ കുറച്ച് വയലിനിസ്റ്റ് ആർട്ടിസ്റ്റ്, ഞാൻ സെഷനൊക്കെ വായിക്കാൻ പോകാറുണ്ട്. അപ്പോ പുള്ളിനായിട്ട് ഒരുപാട് വെച്ച സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ അവര് പറയുന്നതെന്ന് വെച്ചാൽ ത്രൂ ഔട്ടില് ഡേ 1 തുടങ്ങുന്നത് തൊട്ട് രാത്രി ഒരു 10 മണി വരെയൊക്കെ സെഷൻ പോകും. ഇങ്ങനെ പിറ്റേ ദിവസം തന്നെ ഫുൾ ടൈം പാട്ട് ഉണ്ടാക്കുക, എല്ലാരും ഇതാക്കുക, ഓർക്കസ്ട്രേറ്റ് ചെയ്യുക, വായിക്കുക, അടുത്ത പാട്ട്, അടുത്ത ഓർക്കസ്ട്രേറ്റ്, ഫാക്ടറി മാതിരി ഇങ്ങനെ വന്നോണ്ടിരിക്കല്ലേ. അത് പുള്ളിയുടെ തലയിൽ അത്ര ഐഡിയ ഇങ്ങനെ ഒറ്റയടിക്ക് വന്നോണ്ടേ ഇരിക്കുക. അത് ഭയങ്കര ഒരു, എനിക്കറിയില്ല അതെങ്ങനെയാണ്. അതല്ല റഹ്മാൻ സാറിന്റെ എല്ലാരെയും പോലെ നമുക്കൊന്നും പറയാനില്ല. ഇവരൊക്കെ ലെജൻഡ്സ് തന്നെയാണ്. ഒരുപാട് പേരെ എനിക്ക് ഇഷ്ടമാണ്. മനസ്സിലായി. അപ്പൊ എന്തായാലും പ്ലേലിസ്റ്റിൽ ഈ 3 പേരും ഓരോ പാട്ട് അങ്ങോട്ട് വെച്ച് കാച്ചാം അല്ലേ? അപ്പൊ 3 പാട്ടൊന്നും പറഞ്ഞു തരുമോ? കാരണം എനിക്ക് പറ്റില്ല സെലക്ട് ചെയ്യാൻ, ഭയങ്കര ടാസ്കാ. എനിക്കും സെലക്ട് ചെയ്യാൻ ഭയങ്കര ടാസ്കാണ്. ഇപ്പോ വിദ്യാസാറിന്റെ പറയുകയാണെങ്കിൽ അധികം ആരും കേൾക്കാത്തൊരു പാട്ടുണ്ട്, ശ്യാമമേഘമേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ഇത് നമ്മളുടെ ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അതിലൊരു പാട്ടാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിത്ര ചേച്ചി പാടിയ പാട്ടാണ്. പിന്നെ റഹ്മാൻ സാറിന്റെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. ഇപ്പോ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് പറയുന്നത് വെച്ചാൽ പണ്ടത്തെ ഏതെങ്കിലും ഉയരെ അല്ലെങ്കിൽ കാതൽ റോജാവ്, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളാണ്. ലൈവ് പ്ലേ ചെയ്യാറുള്ളതാണ്. പിന്നെ മഞ്ഞിപ്പായ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പറയാനുള്ളത് രാജാസാറിന്റെ ഒരുപാട് പാട്ടുകളുണ്ട്. ഏത് പാട്ടെടുത്താലും ഓക്കെയാണ്. മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലെ എല്ലാ പാട്ടുകളും വളരെ ഇഷ്ടമാണ്. കോടമഞ്ഞ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ കുറച്ചുകൂടി ഭയങ്കര വെറൈറ്റി അപ്രോച്ചാ. അപ്പൊ ഈ 3 പാട്ടങ്ങട് അല്ലേ എന്ത് പ്ലേലിസ്റ്റില് പാടാനങ്ങനെ പറഞ്ഞ പാടാനറിയില്ല എനിക്ക്. നമ്മുടെ മൈ പ്ലേലിസ്റ്റിൽ ഈ 3 പാട്ട് ഞാൻ പ്ലേ ചെയ്യും. ഓക്കെ, ഉറപ്പായിട്ടും ഷിമോന്റെ പ്ലേലിസ്റ്റ് Club FM Utopia. Club FM Utopia.
ക്ലബ് FM 104.8 യൂത്തോപ്പിയയിൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഇസ് എ മ്യൂസീഷ്യൻ ഷിമോൺ ജാസ്മിൻ റഷീദാണ്. ഷിമോൺ ബേസിക്കലി ഒരു വയലിനിസ്റ്റ് ആണെന്ന് നമുക്കറിയാം. ഷിമോന്റെ യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ ഷിമോൺ വയലിനിൽ വായിച്ചിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കോമ്പോസിഷൻസ് നമുക്ക് കേൾക്കാൻ സാധിക്കും. കവർ വേർഷൻസും ഓൺ കോമ്പോസിഷൻസും അവിടെ ഉണ്ട്. എന്താണെങ്കിലും ഷിമോൺ വേറെ ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യാറുണ്ടോ? ഞാൻ കീബോർഡ് പ്ലേ ചെയ്യും, ഗിറ്റാർസ് കുറച്ച് പ്ലേ ചെയ്യും, അതൊക്കെ വളരെ കുറച്ച് പ്ലേ ചെയ്യുള്ളൂ. ആ പ്രൊഡക്ഷൻ ലെവലില് കീസ് കുറച്ചും കൂടി ഇഷ്ടമാണ്. കമ്പോസ് ചെയ്യുമ്പോൾ ഞാൻ അതിലാണ് കൂടുതലിരുന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം. ഭയങ്കര ഒരു അടിപൊളി കീബോർഡിസ്റ്റ് വായിക്കുന്ന അത്രയും ഹാൻഡൊന്നുമില്ല, പക്ഷെ ചെറുതായിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ. ഞാൻ മറ്റേ സ്ക്രീനിന്റെ ഫ്രണ്ടിലും ക്യാമറയുടെ ഫ്രണ്ടിലും കണ്ടല്ലോ, അതേതായിരുന്നു ഇപ്പൊ ഒരു ആൽബം കാണിച്ചത്? ഓക്കെ ഓക്കെ, അത് ഏതാന്ന്? അത് 1 വർഷം കൊണ്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. ലൈഫ് ഓഫ് റാം എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ടായിരുന്നു. അതിന്റെ തമിഴും തെലുങ്കും അത് ഭയങ്കര ഉറപ്പായിട്ടും ഞാൻ പുള്ളിയുടെ ഭയങ്കര ഫാനാണല്ലോ. എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ പാട്ട് കുറെ നാള് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞാനൊരു കൺസെപ്റ്റ് ഞാൻ തന്നെ ഇങ്ങനെ നോക്കി. പിന്നെ ഞാൻ വിചാരിച്ചു അത് പതുക്കെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് അർജുൻ അശോക് എന്ന് പറഞ്ഞാൽ അവൻ അടിപൊളിയായിട്ട് എൻ്റെ DOP ചെയ്തു. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് 1 വർഷം കൊണ്ട് പല ടൈമിലായിട്ട് കുറച്ച് പൈസ കിട്ടുമല്ലോ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ. ആ പൈസയിൽ നിന്നൊക്കെ കുറച്ച് സേവ് ചെയ്തിട്ട് 1 വർഷം കൊണ്ട് പല സ്ഥലങ്ങളിൽ പോയി ഒരു ഇന്ത്യ മൊത്തം കറങ്ങിയിട്ടുണ്ട്. അതിന്റെ എല്ലാം മോസ്റ്റ്ലി ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്ത്. വയലിനാണ് ഞാനത് വായിച്ചിരിക്കുന്നത്. വയലിൻ വായിച്ച് പിന്നെ അത് പ്രൊഡ്യൂസ് ചെയ്ത് മിക്സ് ചെയ്ത്. ഒരു ഫ്രണ്ട് ഉണ്ട് അനന്തരാമനല്ല, അവനാണ് അത് മെയിനായിട്ട് പ്രൊഡക്ഷനിൽ അഡീഷണൽ എല്ലാം ചെയ്തത്. അത് കഴിഞ്ഞ് എബിൻ എന്ന് പറഞ്ഞിട്ടുള്ള എബിൻ ഫിലിപ്പ്, പുള്ളി ഫിലിംസ് ഒക്കെ ചെയ്യുന്ന പുള്ളി അടിപൊളിയായിട്ട് എൻ്റെ കളറിങ് ചെയ്തിട്ടുണ്ട്. ബാക്കി എഡിറ്റിങ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി തന്നെ, ഞങ്ങൾ തന്നെ ഫുള്ള് മൊത്തം. അത് കുറച്ച് ഒരു അടിപൊളിയായിട്ട് ഞാൻ ചെയ്ത വർക്കായിരുന്നു. പക്ഷെ അത് അധികം കണ്ടിട്ടില്ല. എന്നിട്ടാണ് ഞാൻ ചോദിച്ചിട്ട് ഏത് എന്നൊക്കെ. അതെ, പക്ഷെ അത് നല്ല രസമുണ്ടായിരുന്നു, അതന്നെ ഞാൻ എടുത്ത് ചോദിച്ചത്. ഞാൻ അതിന്റെ മൊമെന്റ്സ് ഒരുപാട് ചെറിഷ് ചെയ്യുന്ന ആളാണ്. ഇൻ ലംഹോക്കെ ദാമൻമേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, ഹിന്ദിയിലെ ഒരു പാട്ട്, ജോദ് അക്ബർ എന്ന് പറഞ്ഞിട്ടൊരു പാടത്തിലെ അടിപൊളി പാട്ടാണ് റഹ്മാൻ സാറിന്റെ. അപ്പോ അതും ഞാൻ ഇതുപോലെ ഹംപി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് ഭയങ്കര ഫീൽ ആയിരിക്കുമല്ലോ അല്ലേ? ഭയങ്കര ആ പാട്ട്, അതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് വർക്ക് ഇതുവരെ ചെയ്തതിൽ. മാക്സിമം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ടായിട്ടുള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാട്ട് റഹ്മാൻ സാറ് ഇറ്റ്സ് റിയലി നൈസ് കേട്ടു. പുള്ളി കേട്ടിട്ട് അയച്ചായിരുന്നു. യെസ്. അതുപോലെ വിദ്യാസാഗർ സാറിന്റെ ഒരു പാട്ട് എൻ ജീവനെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്, അത് വിദ്യാസാഗർ സാറിന്റെ ബർത്ത്ഡേക്ക് ഞാൻ വായിച്ചായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചൊന്നുമില്ല വിഷ്ണു ചേട്ടന്റെ അടുത്ത്. ഞാൻ ഇങ്ങനെ, ചേട്ടൻ എപ്പോഴും പോകും ബർത്ത്ഡേക്ക് അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ ഫ്രീ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന്. അപ്പോൾ അത് ഞാൻ കൈയോടെ കേൾപ്പിക്കാൻ നോട്ടെ. അപ്പോൾ പുള്ളി സാറിനെ കേൾപ്പിച്ച്, അപ്പൊ സാറ് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ നന്നായി ചേഞ്ച് ഒക്കെ വരുമ്പോ കറക്റ്റ് ചേഞ്ച് ആണ്. ഇവരൊന്നും ഇങ്ങനെ പറയൊന്നുമില്ല. ഓക്കെ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫ് സെറ്റാണ്. അങ്ങനെയാണ് എനിക്ക്. അപ്പോ അങ്ങനെ 2 ലെജൻസിന്റെ ഓക്കെ കിട്ടിയ ആളാണ് ഈ ഇരിക്കുന്നത്. അത് എനിക്ക് വിദ്യാസാഗർ സാർ അങ്ങനെ നല്ല ഇരിക്കപ്പാ എന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം. എന്തായാലും യൂത്തോപ്പിയയിലൂടെ ഒരു പുലിയെ പരിചയപ്പെടുത്തിയ സന്തോഷത്തിൽ ഞാൻ പോട്ടെ. പക്ഷേ ഒരു സന്തോഷം കൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണ്ടേ? എന്നാലേ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവുള്ളൂ. ക്ലബ് FM ഒരു കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്, ജിംഗിൾ ബിൽസ്. ക്രിസ്മസിന് എലോ കേക്ക്സ് വാങ്ങിക്കാം. എന്നിട്ട് ആ ബില്ല് ക്ലബ് FMന്റെ നമ്പർ ആയിട്ടുള്ള 7510551048 December 27 മുമ്പ് വാട്സാപ്പ് ചെയ്യുക. ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത്, നിങ്ങൾ ഏത് കേക്കാണോ അവിടുന്ന് മേടിച്ചത് ആ ബില്ലിലുള്ളത്, ആ കേക്ക് നിങ്ങൾക്ക് ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഒന്നുകിൽ എലോ കേക്ക്സ് മണ്ണുത്തിയിൽ പോവാം, അല്ലെങ്കിൽ എലോ കേക്ക്സ് കുരിയച്ചിറയിലുള്ള ഔട്ട്ലെറ്റിലേക്ക് പോവാം. അതല്ലെങ്കിൽ 8891013330 വിളിക്കാം. 8891013330 വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഡബിൾ സന്തോഷം നിങ്ങൾ മിസ്സാക്കണ്ട. എന്തായാലും നമ്മൾ നാളെ രാവിലെ കൃത്യം 10 മണിക്ക് വീണ്ടും കണ്ടുമുട്ടും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.